അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സമയം തന്നെ ഒരു ബഡ്ജറ്റിന് മുമ്പ് ഒരു 7 സ്റ്റോക്കുകളെ കുറിച്ച് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. 7 സ്റ്റോക്കിൽ നമ്മൾ 2 സ്റ്റോക്ക് താഴെയും 5 സ്റ്റോക്കുകൾ നന്നായാണ് പെർഫോം ചെയ്തത്. സാർ ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആയാൽ എന്തൊക്കെയായിരിക്കും ബഡ്ജറ്റിലോട്ട്? എന്നോട് 3-4 പേര് പറഞ്ഞതാവാൻ വേണ്ടിയിട്ട്, പക്ഷെ ഞാൻ ആവാൻ നിൽക്കുക. എന്നാലും ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ AI വരുന്നത് കൊണ്ട് ജോലി കുറഞ്ഞു എന്നുള്ളതല്ല. AI വരുമ്പോൾ നമുക്ക് കൂടുതൽ ജോലി കിട്ടും. ഒന്ന് ചെയ്തുകൊണ്ടിരുന്ന എംപ്ലോയർ 10 ജോലി നമുക്ക് തരും. ആ 10 ജോലി ചെയ്യണമെങ്കിൽ AI ടൂൾസ് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ പഠിക്കണം. നമ്മൾ ഭാവിയിലേക്ക് നിക്ഷേപങ്ങൾ നടത്താനാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാർ ചൂസ് ചെയ്യാം. ഓക്കെ. ഗോൾഡ് ഓർ സിൽവർ? ഗോൾഡ്. ഇന്ത്യൻ ഇക്വിറ്റി, US ഇക്വിറ്റി? സിൽവറിന് ഇത്രയും വില കൂടി ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് ഗോൾഡ് തന്നെ സെലക്ട് ചെയ്തത്? അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പുതിയ ബഡ്ജറ്റ് വരുമ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച്. അപ്പോൾ നമ്മളൊരു കാഴ്ചപ്പാട് പറയാം. ബഡ്ജറ്റിൽ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ വരാം. അപ്പോൾ ആ സെക്ടറും സ്റ്റോക്കും ആഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും യുവജനസമ്പന്നമായ ഒരു രാജ്യമാണ് നമ്മുടേത്. എന്നാൽ അതേസമയം തൊഴിലില്ലായ്മ, സ്കിൽ ഗ്യാപ്പ്, വിദ്യാഭ്യാസ അസമത്വം ഇത് മറുഭാഗത്തും. ഇന്ന് മൈഫിൻ ടോക്സിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇതിനെക്കുറിച്ചാണ്. സർ, വെൽക്കം ടു ദ ഷോ. സർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് 2026 ബഡ്ജറ്റിനെ പറ്റിയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സമയം തന്നെ ഒരു ബഡ്ജറ്റിന് മുമ്പ് ഒരു 7 സ്റ്റോക്കുകളെ കുറിച്ച് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സ്റ്റോക്കുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു 1 ഇയർ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മജോറിറ്റി ആൾക്കാരുടെയും പോർട്ട്ഫോളിയോ റെഡ് അലർട്ട് തന്നെയാണ് കാണാൻ സാധ്യതയുള്ളത്. എങ്കിലും നമ്മൾ അന്ന് മൈഫിൻ ടോക്കിൻ്റെ ഷോയിൽ, ബഡ്ജറ്റിന് മുമ്പുള്ള ഷോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, റെക്കമെൻഡേഷനായിട്ടല്ല പറഞ്ഞു, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടേണ്ട സ്റ്റോക്കുകൾ എന്ന നിലയിൽ 7 സ്റ്റോക്കുകളാണ് നമ്മളന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷോയുടെ പ്രിപ്പറേഷൻ നമ്മൾ ഇടയ്ക്കതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ 28 ജനുവരിയിലെ ഒരു റിട്ടേൺസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യ ടോട്ടൽ ഇയർലി 11% റിട്ടേൺസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 11.26. അതിനിടയിൽ 1-2 തവണ കുറച്ച് താഴെ പോയിരുന്നു. ബട്ട് എൻഡ് പോയിൻ്റ് എത്തിയപ്പോഴത്തേക്ക് ഒരു 11% റിട്ടേൺസ് കൂടുതൽ വന്നു. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് അത് 24.65% ഒരു ഇയർ നോക്കുമ്പോൾ, കഴിഞ്ഞ ബഡ്ജറ്റ് മുതൽ ഈ ബഡ്ജറ്റ് വരെയുള്ള ഈ ഒരു സമയം നോക്കുമ്പോൾ 24.65% റിട്ടേൺസ് കൊടുത്തു. ഹിന്ദുസ്ഥാൻ സിങ്ക് 54.60%. നമ്മുടെ മൂന്നാമത്തെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറഞ്ഞ സ്റ്റോക്കാണ്. ത്രൂ ഔട്ട് ഒരു സ്റ്റഡി പെർഫോമൻസ് ആയിരുന്നു. വലിയ താഴോട്ടും പോയില്ല. എന്നാൽ 2025 മുതലുള്ള ഒരു കണക്കെടുക്കുമ്പോൾ ഈ സമയം വരെ ഇത്രയും ഒരു പെർഫോമൻസ് ഉണ്ട്. ഇന്ത്യൻ റെയിൽവേ IRCTCയുടെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അത് 17% മൈനസാണ്. നമ്മൾ പറഞ്ഞതിനേക്കാളും സ്റ്റോക്ക് ഇടയ്ക്കൊന്ന് താന്നു പോയിരുന്നു, പിന്നെ മുകളിലോട്ട് വന്നു, ഇപ്പം വീണ്ടും അത് ആ ഒരു ഷെയ് തന്നെയാണുള്ളത്. പിന്നെ CDSL 1.30% താഴെയാണുള്ളത്. നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറഞ്ഞതിനേക്കാളും 1.30% ഡൗൺ ആണ്. പിന്നെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് നമ്മൾ അന്ന് പറഞ്ഞതിനേക്കാളും 105% റിട്ടേൺ, 105.74% റിട്ടേൺസ് കൊടുത്തു. ദെൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് അന്ന് പ്രതിരോധ മേഖലയിൽ വകയിരുത്തൽ പ്രതീക്ഷിച്ചിട്ട് മോണോപോളി സ്റ്റോക്കുമാണ്. 17.42% പ്ലസ് ആണ്. ഇപ്പോൾ 7 സ്റ്റോക്കിൽ നമ്മൾ 2 സ്റ്റോക്ക് താഴെയും 5 സ്റ്റോക്കുകൾ നന്നായാണ് പെർഫോം ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പുതിയ ബഡ്ജറ്റ് വരുമ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച് പറയാം. അത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഷോയുടെ അവസാനം ഇതേപോലെ ഈ ഒരു
നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാനാണ് പറയുള്ളൂ. നമ്മുടെ ഒരു കാഴ്ചപ്പാടാണത്. അത് നമുക്ക് തീർച്ചയായിട്ടും ഈ ഷോയുടെ അവസാനം പറയാം. നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി വരുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ യുവാക്കൾക്കും കുട്ടികൾക്കും എത്രത്തോളം പ്രയോജനപ്പെടുന്ന കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്? തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ ബഡ്ജറ്റിലെയും പോലെ തന്നെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനും കുട്ടികളുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന സമയത്ത് അവരെ ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിലോട്ടുള്ള ഒരു ബഡ്ജറ്റായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യയിലെ 65% ആളുകളും യുവജനങ്ങളാണ്. അതിൽ ഏകദേശം 25 കോടിയോളം ആളുകൾ കുട്ടികളായിട്ടുള്ളവരുണ്ട്. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ്റെ മജോറിറ്റി ആളുകളാണ്. അപ്പോൾ ഇപ്പം നമ്മളൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഒരു വരവ് ചെലവ് കണക്കുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം ഇത് ചെലവിതെന്ന് ഉള്ളതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഭാവി എങ്ങനെ ആയിരിക്കണം, അതിൽ എത്രമാത്രം യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതും കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്ത്യയിലെ ഒരു ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ നമുക്ക് തൊഴിലറിയത്തില്ല. നമ്മൾ പുറം രാജ്യത്തേക്ക് പോയാൽ നേരെ തിരിച്ചാണ്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അവർക്ക് തൊഴിലിലുള്ള ഇതുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ പിന്നെ EV സെക്ടർ, ക്ലൈമറ്റ് ചേഞ്ച്, അപ്പം അത്തരം കാര്യങ്ങളിലുണ്ടാകുന്ന പുതിയ തൊഴിലുകൾക്ക് വേണ്ടിയിട്ട് വകയിരുത്തലുകൾ മാറ്റി വെച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് MSME സെക്ടറിൽ വലിയ രീതിയിലുള്ള വകയിരുത്തലുകൾ വേണ്ടി വരും. കാരണം തൊഴിൽ, വ്യവസായങ്ങളും ബിസിനസ്സുകളും ഉണ്ടായാലാണല്ലോ തൊഴിൽ സൃഷ്ടിക്കപ്പെടുള്ളൂ. സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ രീതിയിലുള്ള ഫണ്ടിങ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾ നമ്മൾ ഇന്ത്യയിലെ ഒരു സ്വഭാവം അനുസരിച്ച് വലിയൊരു ടെക്നോളജി കമ്പനി വരുന്നു, തൊഴിലിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ അത് ടെക് ഓറിയൻറ്റഡിന് പകരം ജോബ് ഓറിയൻറ്റഡ് ആക്കേണ്ടി വരും. അതനുസരിച്ചൊരു ഒരു ഷിഫ്റ്റ് ചേഞ്ച് വരും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, നമ്മളൊരു 15 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 15 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 3 തൊഴിൽ കൊടുക്കുന്നു, അത് മൊബൈൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ടെക്നോളജിയുടെ പുറകിൽ ഒരു 10 പേര് വർക്ക് ചെയ്യുന്നു. 15 കോടി നമ്മൾ മുടക്കുന്നെങ്കിൽ ഒരു 1000 തൊഴിലെങ്കിലും, അല്ലെങ്കിൽ ഒരു 500 തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടെക്നോളജിയെ തൊഴിലും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള പ്രൊപ്പോസൽസിൽ ബഡ്ജറ്റിൽ വരാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സബ്ജക്റ്റ് പോലെ തന്നെ യുവത്വം ഒരു വെല്ലുവിളി ആകാതിരിക്കണമെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് ഇന്ത്യയുടെ അടുത്തൊരു 30 വർഷത്തേക്കുള്ള കൃത്യമായ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലുള്ള ബഡ്ജറ്റായിട്ട് മാറണം. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പല സ്കീമുകളും കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ സുകന്യ സമൃദ്ധി പദ്ധതി കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഉണ്ടെന്നാണ്, അംഗൻവാടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഫണ്ടുകൾ, അതുപോലെ തന്നെ സ്കോളർഷിപ്പ് സ്കീമുകൾ. പക്ഷെ അവിടെ ഒരു ഇപ്പം പോഷകാഹാരം എന്ന് പറയുന്നതിന് വേണ്ടി വലിയൊരു ഒരു എമൗണ്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുന്ന പോലെയല്ല, ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പോഷകാഹാര കുറവുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും അതുപോലെ തന്നെ ബുദ്ധിയുടെ ഒരു വിഷയവും കൂടെ ഉണ്ട്. നമ്മൾ എപ്പോഴും ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നവരാണ്, അത് ഈ കണ്ടുപിടിക്കുന്നവരാവുന്നില്ല. കണ്ടുപിടുത്തങ്ങൾ എപ്പോഴും പുറത്താണ് നടക്കുന്നത്, നമ്മളതിൻ്റെ ഉപയോക്താക്കളാണ്. നമ്മൾ ഊബർ ആപ്പ് കണ്ടുപിടിച്ചവരല്ല, ഉപയോഗിക്കുന്നവരാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഇന്നൊവേഷനിലും ടെക്നോളജിയിലും ഇൻവെസ്റ്റ് ചെയ്ത് കുട്ടികളുടെ അതിനൊപ്പം തന്നെ ഇപ്പോൾ ശ്രീപ്രിയ സൂചിപ്പിച്ച പോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ജനനം മുതൽ അവരെ ഒരു 17 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 18 വയസ്സ് വരെ ഒരു ജോലി നേടുന്നത് വരെയുള്ള ഫുൾ സപ്പോർട്ട് സിസ്റ്റം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ നമുക്ക് ഇന്ത്യ പോലെ ഇത്രയും ഒരു പോപ്പുലേഷൻ ഉള്ള ഒരു ഇതെടുത്ത് അത്രയും വലിയ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു വകയിരുത്തലുകൾ കുട്ടികളുടെ സ്കീമുകളിലും അവരുടെ ഈ പറഞ്ഞ പോലെയുള്ള അഡീഷണൽ ഫെസിലിറ്റീസ് ഒരുക്കുന്നതിലും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സർക്കാരുകൾ അതിന് പല രീതിയിലുള്ള സ്കീമുകളും വകയിരുത്തപ്പെടുന്നുണ്ട്. നമ്മുടെ പല ഷോകളിലും നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കീമുകളെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മൈഫിൻ TV എന്ന നിലയിൽ പ്രത്യേകിച്ചുമായിട്ട് ഫിനാൻസും ബിസിനസ്സും കൈകാര്യം ചെയ്യുന്ന ഒരു ചാനൽ എന്ന നിലയിൽ നമ്മൾ പറയുകയാണ്, നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള പ്രോഗ്രാമുകൾ, അത്തരം പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും പേഴ്സണൽ ഫിനാൻസ് സെഗ്മെൻറ്റുകളിൽ കൊടുക്കുന്നുണ്ട്. സ്കീമുകൾ എന്തൊക്കെ, അത് ഏതൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കപ്പെടേണ്ടത്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് കാണുന്നത് ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ. സാർ ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആയാൽ എന്തൊക്കെയായിരിക്കും ബഡ്ജറ്റിൽ? എന്നോട് 3-4 പേര് പറഞ്ഞതാവാൻ വേണ്ടിയിട്ട്, പക്ഷേ ഞാൻ ആവാൻ നിൽക്കുക. എന്നാലും ഞാൻ പറയാം.
നമ്മുടെ സിസ്റ്റം മൊത്തം പൊളിച്ചെഴുതണം. 947 മുമ്പുള്ള അല്ലെങ്കിൽ 47-ലും 45-ലും ഒക്കെ ഉള്ള സിസ്റ്റവും പ്രോസസ്സൊക്കെയാണ് ഉള്ളത്. കംപ്ലീറ്റ് മാറ്റേണ്ടി വരും. ഒന്നാമത്തെ ജോലി. രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായിട്ട് കാര്യങ്ങൾ, ഇന്ത്യയിലെ ആളുകൾ, ഇന്ത്യയിൽ ഇപ്പോൾ കർഷകരെടുക്കുക. ഇപ്പോൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അത് റീപ്രൊഡക്റ്റ് ചെയ്ത് വേറൊരു പ്രൊഡക്റ്റാക്കി മാറ്റി അത് ലോകത്തിന് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക എന്ന് ആദ്യം ചെയ്യേണ്ടത്. ഓരോ അഗ്രികൾച്ചർ പ്രൊഡക്റ്റും, ഇപ്പോൾ നമ്മൾ ആലപ്പുഴ എടുക്കുകയാണെങ്കിൽ നമ്മൾ കരിമീൻ ആയിരിക്കും ചെയ്യുക. കാസർഗോഡ് എടുക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു കവുങ്ങ് കൃഷിയാണ് കൂടുതലുള്ളത്. പാലക്കാട് എടുക്കുകയാണെങ്കിൽ വേറെ ആയിരിക്കും. കോട്ടയം എടുക്കുകയാണെങ്കിൽ വേറെ ആയിരിക്കും. ഓരോ പ്രദേശത്തിൻ്റെ, ഓരോ ജില്ലയുടെയും, ഓരോ സംസ്ഥാനത്തിൻ്റെ ഓരോ ജില്ലയ്ക്കും ബേസ് ആയിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെ ഗവൺമെൻറ് തന്നെ ഒരു വിലയിട്ടെടുക്കണം. അതിനെ റീപ്രൊഡക്റ്റ് ചെയ്യണം. അതിന് വലിയ സ്റ്റോറേജുകൾ വരണം. ചൈനയിൽ എന്താ ചെയ്യുന്നത്, വീടുകളിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അവർ ഫാക്ടറി ആക്കിയിട്ട് പ്രൊഡക്റ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് വിടുന്നു. ഇന്ത്യയിലെ സിസ്റ്റം അതല്ലാത്തത് കൊണ്ട് ഇന്ത്യക്ക് പറ്റുന്ന ഒരു അഗ്രികൾച്ചർ മേഖലയിൽ ഒരു വിലയിട്ട് ഉൽപ്പന്നം എടുത്ത് അത് കളക്ട് ചെയ്ത് അതിന് സിസ്റ്റം ഉണ്ടാക്കണം. മിൽമ പോലെയുള്ള സ്റ്റോറുകൾ ഉണ്ടാക്കണം, അത് വിപണനം നടത്തണം, പിന്നെ പ്രൊഡക്റ്റുകൾ, ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ വിട്ടഴിക്കണം. ഇപ്പം BPL നമുക്ക് കുറച്ച് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്, പക്ഷേ മിഡിൽ ക്ലാസ്സിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇപ്പം ഒരു കുട്ടിയുടെ ആവശ്യമാണെങ്കിലും മിഡിൽ ക്ലാസ് ആ ഒരു ലെവലിൽ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ BPL നമ്മൾ ഗവൺമെൻറ് സബ്സിഡീസും സ്കീംസും ഉണ്ട്. ഇപ്പം മിഡിൽ ക്ലാസ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന കുറേയധികം സ്കീമുകൾ വരണം. അപ്പോൾ നമുക്ക് സ്വപ്നം കാണാനും ഇങ്ങനെ പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷേ നമ്മളെക്കാളൊക്കെ എത്രയോ അറിവും വിദ്യാഭ്യാസമുള്ള എക്കണോമിസ്റ്റുകളും ഫിനാൻസ് സെക്രട്ടറിമാരും ഒക്കെ ഇരുന്നിട്ടാണ്, ധനമന്ത്രിക്കൊരു ടീമുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും അറിയാതിട്ടായിരിക്കില്ല, ബട്ട് അവർക്ക് അതിൻ്റെ പ്രായോഗികമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള തടസ്സങ്ങൾ ഒത്തിരിയുണ്ട്. അത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ മാറ്റാൻ പറ്റുന്നതല്ല. അപ്പം നമുക്ക് വെറുതെ ഇങ്ങ് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളാണ് അതിന് പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ ഓരോ വർഷവും ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾ ലക്ഷക്കണക്കിനാണ്. പക്ഷേ കമ്പനികൾ പറയുന്നത് എംപ്ലോയബിൾ അല്ല എന്നാണ് പറയുന്നത്. അതെന്താണ്? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമായതുകൊണ്ടാണോ? നമുക്കതിനൊരു ഭയങ്കര ടാർഗറ്റ് ചെയ്തൊരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട്, അറബ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ യൂറോപ്പിലും പോയിട്ട് നമ്മൾ ജോലി മേടിച്ചിട്ടുള്ള ആളുകൾ ജോലി ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അന്ന് അത് മതിയായിരുന്നു, പക്ഷേ ഇന്ന് അത് പോരാ. അപ്പോൾ ഇന്ന് നമ്മൾ സ്കിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള, അപ്പോൾ നമ്മൾ ഗവൺമെൻറ് തന്നെ സ്കിൽ ഇന്ത്യ 2.0 ആ അത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നവർക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇന്ന കാര്യം കൂടെ അഡീഷണൽ പഠിക്കാം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതും കഴിഞ്ഞു. ഇനി നമ്മൾ AI ടൂൾസ് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ AI വരുന്നത് കൊണ്ട് ജോലി കുറഞ്ഞു എന്നുള്ളതല്ല. AI വരുമ്പോൾ നമുക്ക് കൂടുതൽ ജോലി കിട്ടും. ഒന്ന് ചെയ്തുകൊണ്ടിരുന്ന എംപ്ലോയർ 10 ജോലി നമുക്ക് തരും. ആ 10 ജോലി ചെയ്യണമെങ്കിൽ AI ടൂൾസ് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ പഠിക്കണം. ഈ ഒരു സ്കില്ലിൻ്റെ ഒരു ഷിഫ്റ്റ്, ഒരു തിങ്കിങ് ചേഞ്ചാണ് വരേണ്ടത്. ഇപ്പോൾ അടുത്തത് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ EV സെക്ടർ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ, പിന്നെ ചാർജിങ് ചെയ്യാൻ സ്ഥലമുണ്ടോ, ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പാണ്. അത് നമ്മൾ എന്തുകൊണ്ട് 10 വർഷം മുമ്പ് പ്ലാൻ ചെയ്തില്ല? ഇന്ന് EV ഇലക്ട്രിക് വാഹനങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ ചാർജിങ് സ്റ്റേഷൻസ് വരണം. ചാർജിങ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടാം. ഡാറ്റാ സയൻസ്, നമ്മളുടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അഗ്രികൾച്ചറും ഹെൽത്ത് ടൂറിസവും ആണ് ഏറ്റവും ബെറ്ററായിട്ട് പ്രൊമോട്ട് ചെയ്യാവുന്നത്. അത്തരം കാര്യങ്ങളിലുള്ള കൂടുതൽ സ്കിൽസ് വരണം. അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വരണം. അപ്പോൾ ഒരു ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട്. തൊഴിൽ അറിയാവുന്നവരുടെ ഗ്യാപ്പുണ്ട്. ഇപ്പം ഞാൻ യൂറോപ്പിൽ പോയാൽ ഞാനൊരു അക്കൗണ്ടൻ്റ് ആണെങ്കിലും ഒരു ലേബർ ജോലി ചെയ്യുന്നതിലും എനിക്ക് ഈക്വലായിട്ടുള്ള റെപ്യൂട്ടേഷനാണുള്ളത്. അല്ലെങ്കിൽ എന്നെ അങ്ങനെ വകമാറ്റില്ല, എന്നെ തരംതിരിക്കില്ല. ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ ആദ്യം വിദേശ ജോലി, പിന്നെ ഗവൺമെൻറ് എംപ്ലോയി, പിന്നെ പ്രൈവറ്റ് ജോലി, പിന്നെ അങ്ങനെ അങ്ങ് പോവുകയാണ്. അത് മാറണം. അത് മാറണമെങ്കിൽ വരുമാനം കൂടണം. ഇപ്പം നമ്മുടെ ജോലികൾ ചെയ്യുന്നത് പുറത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ കൂടി നമുക്ക് ഇപ്പോൾ അന്ന് നമ്മൾ ഈ തേങ്ങയുടെ കാര്യം പറഞ്ഞ പോലെ, അപ്പോൾ ബെൻസ് കാറിൽ വന്നിട്ട് തേങ്ങ ഇട്ടിട്ട് പോവുകയും എത്രയാണ് 1000 രൂപ ഒരു പെർ ഡേ 1500 രൂപ കൊടുക്കുകയും ചെയ്യുന്നു. അതേസമയം BTech പഠിച്ച ആൾ 15,000 രൂപയ്ക്ക് ട്രെയിനിയായിട്ട് കയറിയിട്ട് പിന്നെ 25,000 രൂപയിലേക്ക് മാറുന്ന സിറ്റുവേഷനുണ്ട്. BTechൻ്റെ അകത്ത് പഠിപ്പിക്കാത്തത് അതാണ്. MTech പഠിച്ചിട്ട് ജോലി ഇല്ലാതെ പോകുന്നു.
അപ്പം വളരെ വലിയ ചോദ്യമുണ്ട്. ഇപ്പം ബഡ്ജറ്റിൽ ഇവർ എത്ര തല പുകഞ്ഞ് ആലോചിച്ചാലും ഇന്ത്യയിലുള്ള ഈ പറയുന്ന 35 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ തൊഴിൽ എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും. തൊഴിൽ എന്ന് പറയുന്നത് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ബേസിൽ കാണേണ്ടി, ഓൾ വേൾഡിനെ സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് മാറും. ഇപ്പം നമ്മൾ ചൈനയിൽ മാനുഫാക്ചറിങ് യൂണിറ്റിനാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചൈനയെ ഡെവലപ്പ് ചെയ്തുവെങ്കിൽ വേൾഡിലേക്ക് വേണ്ടുന്ന സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സപ്ലൈ ചെയ്യുന്ന സ്ഥലമായിട്ട് മാൻ പവർ ബ്രെയിൻ ഫാക്ടറി ആയിട്ട് ഇന്ത്യ മാറണം. അതാണ് അതിൻ്റെ യഥാർത്ഥ സൊല്യൂഷൻ. അതിന് ഗവൺമെൻറ് ഇന്നൊവേഷനിൽ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഫണ്ട് വിലയിരുത്തണം. ഇപ്പോഴത്തെ പെർസെൻറ്റേജ് ഞാൻ നോക്കിയിട്ടില്ല, ബട്ട് അതിന് ഇപ്പോൾ ഉള്ളതിൻ്റെ എത്രയോ ഇരട്ടി മുടക്കിയാൽ മാത്രമാണ് നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക. അതാണ്. അപ്പോൾ സ്കില്ലിന് നമുക്ക് തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് നല്ലൊരു വകയിരുത്തൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മൈഫിൻ ടി വി രാവിലെ മുതൽ നിർത്താതെ ലൈവാണ്, 8 മുതൽ 5 വരെ ബഡ്ജറ്റ് ഇമ്പാക്റ്റുകൾ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ സെക്ടറുകളിലും എക്കണോമിയിലൊക്കെ സംഭവിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എക്സ്പേർട്ടുകളും സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ടുകളും എക്കണോമിസ്റ്റുകളും ഫിനാൻഷ്യൽ സർട്ടിഫൈഡ് പ്ലാനേഴ്സൊക്കെ നമ്മുടെ ഷോകളിൽ വരാൻ പോവുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മളത് പ്രേക്ഷകർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സൺഡേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞായറാഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ രാവിലെ 8 മണിക്ക് തുടങ്ങുക നമ്മുടെ ഷോസ്, 8 മുതൽ 5 മണി വരെ. ഇനി നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. എനിക്ക് മനസ്സിലായി, ഞാൻ കുറച്ച് നീട്ടി പറയുന്നുണ്ടാക്കിയ പ്രൊഡ്യൂസർ ഒരു ടെക്നിക്കല്ലേ, പറഞ്ഞോ, കുഴപ്പമില്ല. യൂത്ത് എംപ്ലോയ്മെൻറ്റ് പ്രയോറിറ്റി. യൂത്ത് എംപ്ലോയ്മെൻറ്റ് പ്രയോറിറ്റി, ഒരു വിട്ടുവീഴ്ചയും പാടില്ല. എഡ്യൂക്കേഷൻ ബഡ്ജറ്റ് ഇൻക്രീസ് 100%. ഓക്കെ. ഡിഗ്രിയേക്കാൾ സ്കില്ലാണോ? സ്കില്ല്. ഫ്യൂച്ചർ ടെക് ഫോക്കസ് 100%. ഓക്കെ. ചൈൽഡ് വെൽഫെയർ സ്പെൻഡിങ് ഇൻക്രീസ് ഡബിൾ. ഓക്കെ. നമ്മൾ ഭാവിയിലേക്ക് നിക്ഷേപങ്ങൾ നടത്താനാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാർ ചൂസ് ചെയ്യാം. ഓക്കെ. ഓക്കെ. അതായത് ഞാൻ നിക്ഷേപം നടത്തുവാണെങ്കിൽ ശ്രീപ്രിയ ചോദിക്കുന്നതിൽ ഏതായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത് നിക്ഷേപത്തിന് വേണ്ടിയിട്ട്? ഓക്കെ. ഓക്കെ. ഗോൾഡ് ഓർ സിൽവർ? ഗോൾഡ്. ഗോൾഡ് ഓർ ഇക്വിറ്റി? ഇക്വിറ്റി. ഇക്വിറ്റി ഓർ ക്രിപ്റ്റോ? ഇക്വിറ്റി. ഇന്ത്യൻ ഇക്വിറ്റി, US ഇക്വിറ്റി? 60-40. 60-40. അതിലെനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ ഇന്ത്യൻ ഇക്കണോമിയിലെ ഗ്രോത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ US-ൻ്റെ ടെക് കമ്പനികളുടെ ഗ്രോത്തിലും വിശ്വസിക്കുന്നതാണ്. കാരണം അവർ വിൽക്കാൻ പോകുന്ന സാധനം ഇന്ത്യൻ മാർക്കറ്റിലും കൂടെ കണ്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചില കാര്യങ്ങളിൽ അതാണ് ഫിനാൻഷ്യൽ നമ്മൾ കോംപ്രമൈസ് ഇല്ല ചൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ. ലാൻഡ് ഓർ ഇക്വിറ്റി? ഇക്വിറ്റി. എന്തുകൊണ്ടാണ് അപ്പോൾ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത്? ലാൻഡിലിടാൻ വലിയ പണം ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ഇക്വിറ്റി ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. സിൽവറിന് ഇത്രയും വില കൂടി ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് ഗോൾഡ് തന്നെ സെലക്ട് ചെയ്തത്? സിൽവർ 200% റിട്ടേൺ കഴിഞ്ഞ് 1 വർഷം കൊണ്ട് കഴിഞ്ഞു. ഇനി ഞാൻ 1 വർഷം മുമ്പായിരുന്നെങ്കിൽ അത് ചിന്തിക്കാമായിരുന്നു. ഇപ്പോൾ 200 കഴിഞ്ഞല്ലോ, ഇനി 300 ആവുന്ന ഉറപ്പൊന്നുമില്ല. പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡില്ല. ഗോൾഡിന് എനിക്ക് മുമ്പത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാക്ക് റെക്കോർഡുണ്ട്. അതിന് ഇത്ര താഴെ പോകില്ല, ആവറേജ് ഇത്ര % റിട്ടേൺ തരും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രെഡിക്റ്റബിൾ അല്ല ഗോൾഡിൻ്റെ ഈ സിൽവറിൻ്റെ റിട്ടേൺ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഫണ്ട് നന്നായി കൈവശമുള്ള ഒരാളാണെങ്കിൽ ഞാനിപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെക്ടർ പ്രിഫർ ചെയ്യും. ഞാൻ ചോദിക്കാത്തൊരു കാര്യം പറയുകയാണ്. ബിക്കോസ് നമ്മൾ 5 ഇയർ ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഡിമാണ്. ഒരു അസറ്റ് ക്ലാസിൻ്റെ ഒരു ടേണിംഗ് ടൈം ആയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓരോന്നൊരു അസറ്റ് ക്ലാസ് ഉണ്ടല്ലോ. നൗ നെക്സ്റ്റ് ഒരു 5 ഇയർ, നെക്സ്റ്റ് ഒരു 3 ഇയർ റിയൽ എസ്റ്റേറ്റ് ബൂമിങ് വരാനുള്ള ചാൻസസ് 85% ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു വെച്ചിരുന്നല്ലോ, 2025 ബഡ്ജറ്റിന് മുമ്പ് നമ്മൾ പറഞ്ഞ 7 സ്റ്റോക്കുകളെ കുറിച്ച്. അതുപോലെ തന്നെ 2026 നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളെ പറ്റി പറയാം. നമ്മുടെ ഒരു കാഴ്ചപ്പാടാണത്. നമ്മൾ എത്ര എക്സ്പേർട്ടുകളാണെങ്കിലും എല്ലാ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും പൊളിഞ്ഞൊരു വർഷമാണ് കഴിഞ്ഞ വർഷം പോയത്. അപ്പോൾ നമ്മളൊരു കാഴ്ചപ്പാട് പറയാം, ബഡ്ജറ്റിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരാം. അപ്പോൾ ആ സെക്ടറും സ്റ്റോക്കും ആഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ സെബി റിസർച്ച് അനലിസ്റ്റിനോട് ചോദിച്ചതിന് ശേഷം മാത്രം ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാൻ പറ്റത്തുള്ളൂ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ അടുത്ത ഒരു 10 വർഷത്തേക്ക് വേണ്ടുന്ന
ഒത്തിരി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സും അതുപോലെ തന്നെ ഏവിയേഷനിലുള്ള മൂവ്മെൻറ്റുകളും വന്നാലാണ് ഇന്ത്യക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ റോഡിലും പാലങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്ത പോലെ നമ്മൾ ഏവിയേഷൻ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലൈറ്റുകളുടെ ഇത് കൂടും. അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഒത്തിരി എയർപോർട്ട്സ് ഉണ്ട്, അവർ ഒത്തിരി കണക്ടിവിറ്റി ഉണ്ട്, നമ്മളെ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ അവരുടെ കമ്പനി പേരൻറ്റ് കമ്പനി ഇപ്പോൾ പലരും പറയുമ്പോൾ നമ്മൾ ഡിഫൻസ് സെക്ടർ പറയുമായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് സബ്സിഡീസ് കൊടുക്കുന്ന കമ്പനികൾ പറയായിരിക്കാം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ പറയാൻ ചാൻസസ് ഉണ്ട്. ഒന്ന് എനിക്കിതാണ് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നത്. രണ്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നമുക്ക് ഈ റോഡ് ട്രാൻസ്പോർട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ള ഈ ഒരു മേഖലയിൽ. അപ്പോൾ അതൊരു പ്രതിരോധ മേഖലയിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അവർക്ക് ഓർഡറുകൾ, വിദേശ ഓർഡറുകളൊക്കെ വരുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ഫണ്ടിങ് കിട്ടാനുള്ള ചാൻസസ് ഉള്ള ഒരിതാണ്. ഇൻഷുറൻസിൽ അടുത്തൊരു സെക്ടർ SBI ലൈഫ്. SBI ലൈഫ് പ്രിഫർ ചെയ്യാൻ കാരണം അവരുടെ ഒരു പോളിസി ഷിഫ്റ്റ് നടത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ യൂലിപ്പിൽ നിന്നും അവരൊരു ട്രഡീഷണൽ കൺസെപ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി വരാൻ ചാൻസസ് ഉണ്ട്. ഒപ്പം തന്നെ ഗവൺമെൻറ് ഇൻഷുറൻസ് സെക്ടറിലേക്ക് കുറച്ചും കൂടെ ആധികാരികമായിട്ടുള്ള, കുറച്ചും കൂടെ ഗൗരവമായിട്ടുള്ള ഫണ്ടിങ് തരാൻ ചാൻസസ് ഉള്ള ഒരു മേഖലയാണ് ഇൻഷുറൻസ് സെക്ടർ. കിറ്റക്സ് ഞാൻ ആഡ് ചെയ്യാൻ പറയാൻ കാരണം നമ്മൾ ട്രംപിനെ അഡ്രസ്സ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. താരിഫിന്, ട്രംപ് മീൻസ് താരിഫുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എക്സ്പോർട്ട് ഇൻഡസ്ട്രിക്ക് കുറേയധികം ബെനിഫിറ്റ്സുകൾ വരാം. ഒപ്പം EU കരാറ് വന്നിട്ടുണ്ട്, പുതിയ ഈ കരാറിൻ്റെ ബേസിൽ. അതുപോലെ തന്നെ അവർ മറ്റുള്ള മാർക്കറ്റുകൾ കണ്ടുപിടിച്ച് തുടങ്ങി. അപ്പോൾ അതിൽ നമുക്കൊരു 1 ഇയറിലേക്ക് ഒരു ബെറ്റർ റിട്ടേൺ പ്രതീക്ഷിക്കാം. NDPC അടുത്തത്. അപ്പോൾ ഗ്രീൻ എനർജിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് NDPCയിൽ അത് ഗവൺമെൻറ്റിൻ്റെ ആണ്. ഒപ്പം തന്നെ ഗ്രീൻ എനർജിയിലേക്ക് അവർക്കൊരു ഷിഫ്റ്റ് വരാനുള്ള ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തെർമൽ പവറിനെ, ഗ്രീൻ എനർജി വരുന്നതാണ് തെർമൽ പവറൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാം. അതിൽ പല കമ്പനികളുണ്ട് ഈ ഗ്രീൻ എനർജിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ ടാറ്റ ALXI, അതും ഇതുപോലെ തന്നെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ AI ചിപ്പ് മാനുഫാക്ചറിങ്ങിൽ ഉൾപ്പെടെ EV മാനുഫാക്ചറിങ് പ്രൊഡക്ട്സിൻ്റെ ഉൾപ്പെടെ സോഫ്റ്റ്വെയറുകളും അതിൻ്റെ കമ്പോണൻസും, അത്തരം കാര്യങ്ങളിൽ കമ്പോണൻസ് അല്ല സോഫ്റ്റ്വെയർസിൻ്റെ ഇതിലും അവർ വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു കൺസെപ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതിനകത്ത് മോണോപോളി സ്റ്റോക്ക്, ബഡ്ജറ്റ് അലോക്കേഷൻ പ്ലസ് 52 വീക്ക് ഹൈയിൽ നിന്ന് താഴെയുള്ള സ്റ്റോക്ക്, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേറെ ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. ഓരോ പ്രാവശ്യം ഓരോ കൺസെപ്റ്റാണല്ലോ. സോ വെയിറ്റ് ആൻഡ് സി. നെക്സ്റ്റ് ബഡ്ജറ്റിന് മുമ്പ് നമുക്കൊന്ന് വിലയിരുത്താം. 1 ഇയർ ഓർ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുശേഷം ഹോൾഡ് ചെയ്യുക. വാങ്ങുന്നതിന് മുമ്പ് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോട് സംസാരിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. 2026 ഫെബ്രുവരി 1 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ക്ഷേമത്തിനും യുവജനങ്ങളുടെ തൊഴിലവസരങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വില കൂടി വില കുറഞ്ഞു എന്ന വാർത്തകൾക്കപ്പുറം സ്റ്റോക്കുകളുടെയും സെക്ടറുകളുടെയും കൃത്യമായ അനാലിസിസോടുകൂടി ഫെബ്രുവരി 1 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മൈഫിൻ TV ഒരുക്കുന്ന ലൈവ് പ്രോഗ്രാം, ബഡ്ജറ്റ് പ്രോഗ്രാം യൂട്യൂബിലും മൈഫിൻ TVയുടെ ആപ്പിലും കാണുക. ഏവർക്കും നന്ദി, നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.